നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ കൈ ഉയർത്തി വാ തുറന്ന് ശക്തിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട് ശക്തിയോട്. ഹല്ലേലൂയ. വളരെ സമയം കടന്നുപോയി. പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിപ്പാൻ ഏൽപ്പിച്ച ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. എന്നെ യോഗത്തിന് ക്ഷണിച്ച നിങ്ങൾക്ക് പ്രത്യേകം നന്ദി. മത്തായി സുവിശേഷം 24-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുന്നതാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നതാണ്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിനു മുൻപുള്ള കാലത്ത് തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറും നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. മതി. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. ഒരു നിമിഷം കണ്ണുകിടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, രാത്രിയുടെ നിശബ്ദതയ്ക്കായി ഞാൻ വാഴ്ത്തുന്നു. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഈ വായിച്ച വേദഭാഗത്തിലൂടെ ഇന്ന് രാത്രിയിൽ നമ്മുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോയാൽ സ്തോത്രം. കർത്താവേ, ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളോട് മാത്രമല്ല, ഭവനാന്തർ ഭാഗത്തിരുന്ന്, വഴിവക്കിൽ നിന്ന്, വീട് മുറ്റത്തിരുന്ന്, വിദൂരതയിൽ ലൈവായി ഒക്കെ കേൾക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവരോട് സംസാരിക്കണമേ. ജനം വിടുവിക്കപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന ലന്ധകാര ശക്തികളെയും നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി ശാസിക്കുന്നു. വലിയ ദൈവശക്തി ഗ്രൗണ്ടിലും പുറത്തും വ്യാപരിപ്പാൻ പോകയാൽ സ്തോത്രം. പ്രാർത്ഥന കണ്ടാൽ നമിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ തിരുവഴുത്തിനായി ഒരിക്കൽ കൂടെ കരമുയർത്തിയ ശക്തിയോടെ സ്തോത്രം ചെയ്യാം. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാവും. ഞാൻ ആരംഭത്തിൽ പറയാം, എൻ്റെ പ്രഭാഷണി ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ ഉദ്ദേശമല്ല, വളരെ ദൂരെയൊക്കെ ഉച്ചഭാഷണി മൈക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. ദൂരെ കേൾക്കുന്നവർ കൂടെ പ്രയോജനപ്പെടണം. നഷ്ടപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പ് എന്നതായിരിക്കുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുമെന്നതിന് 7 സാക്ഷി തെളിവുകൾ വിശുദ്ധ ബൈബിളിലുണ്ട്. 1, പഴയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം. 2, പുതിയ നിയമഭക്തന്മാരുടെ സാക്ഷ്യം. 3, സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യം. 4, കർത്തൃമേശയുടെ സാക്ഷ്യം. 5, ദൈവസഭയുടെ സാക്ഷ്യം. 6, പരിശുദ്ധാത്മാവിൻ്റെ സാക്ഷ്യം. 7ാമത്തെ സാക്ഷി യേശുക്രിസ്തു തന്നെയാണ്. ലോകത്തിൽ ആരും പറയാത്തൊരു വാചകം പറഞ്ഞിട്ട് പോയത് നസ്രയനായ യേശു മാത്രമാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. സ്ഥലം ഒരുക്കിക്കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. ലോകത്തിൽ അനേക മഹാരഥന്മാർ മരിച്ചു മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവരാരും പറയാത്തൊരു വാചകം പറഞ്ഞിട്ട് പോയത് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ്. ഹിറ്റ്ലർ പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന്. മുസോളിനി പറഞ്ഞില്ല. കാർൽ മാക്സ് പറഞ്ഞില്ല. ലെനിൻ പറഞ്ഞില്ല. എംഗൽസ് പറഞ്ഞില്ല. സജ്ജയ്ജി പറഞ്ഞില്ല. നെഹ്റുജി പറഞ്ഞില്ല. ഗാന്ധിജി പറഞ്ഞില്ല. ഇന്ദിരാജി പറഞ്ഞില്ല. മുഹമ്മദ് നബി പറഞ്ഞില്ല ഞാൻ മടങ്ങി വരാമെന്ന്. ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയ ഒറ്റ നേതാവുണ്ടെങ്കിൽ അത് യേശു മാത്രമെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കൾ വാ തുറന്ന് കരമുയർത്തിയ ശക്തിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കില്ല എന്ന് വരുത്തി തീർക്കാൻ പിശാച് പല പദ്ധതികൾ ഇറക്കുന്നുണ്ട്. 1965 യേശു വന്നേച്ചു പോയെന്നും 2000 യേശു വന്നെന്നും 2013 ഏപ്രിൽ 26 വരാൻ പോകുന്നതൊക്കെ പറഞ്ഞു. അതൊന്നും നടന്നില്ല. അതൊന്നും വചനപ്രകാരമല്ലാത്തത് കൊണ്ട് നടന്നില്ല. പിശാച് ഇങ്ങനെ പല പദ്ധതികൾ ഇറക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിലുള്ള വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇന്ന് രാത്രി ഞങ്ങൾ അരവിക്കരക്കാരോട് പറയാം, പിശാച് എന്തെല്ലാം പദ്ധതി ഇറക്കിയിട്ടും ഹല്ലേലൂയ, യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2026 ജനുവരി മാസം ഹല്ലേലൂയ 3-ാം തീയതി ഇവിടെ വന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പിശാചിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. വാ തുറന്ന് കരമടിച്ച് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ. എല്ലാ കരങ്ങളും അടിച്ചാട്ട് വാ തുറന്നാട്ട് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് പറ. യേശുവിൻ്റെ നാമത്തിൽ പറ, ദുഷ്ട പിശാചേ, നിന്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്.
യേശുക്രിസ്തുവിൻ്റെ മടങ്ങിയതിന് മുമ്പ് ഭൂമിയിൽ സംഭവിക്കേണ്ട 96ഓളം ഇൻസിഡൻസ്, അടയാളങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 96 അടയാളങ്ങളെ വിശുദ്ധ ബൈബിൾ 4ആയി തിരിക്കുന്നു. 1 പ്രാവഞ്ചീയ ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ, 3 മാർഗീയ ലക്ഷണങ്ങൾ, 4 യഹൂദിയ ലക്ഷണങ്ങൾ. അതായത് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സമീപിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന് എന്ത് സംഭവിക്കും, ജാതീയ മണ്ഡലത്തിന് എന്ത് സംഭവിക്കും, യഹൂദ ജാതിക്ക് എന്ത് സംഭവിക്കും, ദൈവസഭയ്ക്ക് എന്ത് സംഭവിക്കും. ഇത് 4 ഒരുമിച്ച് പഠിച്ചാൽ നമ്മുടെ കർത്താവ് അടുക്കൽ വാതുക്കൽ തന്നെ ആയിരിക്കുകയാണ്. യേശു കർത്താവിൻ്റെ മടങ്ങിവരവിന് തൊട്ടു മുമ്പുള്ള ഭൂലോകത്തിൻ്റെ അവസ്ഥ, ജാതീയ മണ്ഡലത്തിൻ്റെ അവസ്ഥ, മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു തന്നെ തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്ത ഒരു വാക്യമാണ് നമ്മൾ കേട്ടത്. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. എന്താണ് നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത? നോഹയുടെ കാലം പോലെ നമ്മുടെ കാലമായെങ്കിൽ നമ്മുടെ കർത്താവ് അടുക്കൽ വാതുക്കലായിരിക്കുകയാണ്. ഞാൻ ഈ പ്രഭാഷണം ആരംഭിക്കുമ്പോൾ പുറത്ത് കേൾക്കുന്നവരുടെ കൂടെ പറയുന്നതാണല്ലോ, ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. കാലഘട്ടം മാറുന്നതനുസരിച്ച് മാറ്റിയിടുന്നല്ല ഞങ്ങളുടെ ഇരിക്കുന്ന വിശുദ്ധ ബൈബിൾ. പിന്നെയോ ബൈബിളിനനുസരിച്ച് കാലഘട്ടം മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. വർത്തമാനപത്രവും ടി വിയും ഇന്നലെ എന്ത് നടന്നെന്ന് ഇന്ന് നിങ്ങളോട് പറയുന്നു, രാവിലെ നടന്നത് വൈകിട്ട് പറയുന്നു. ലൈവ് ടെലികാസ്റ്റിലുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ പറഞ്ഞെന്ന് വരാം. എന്നാൽ നാളെ എന്ത് നടക്കുമെന്ന് പറയാൻ പത്രത്തിന് കഴിയില്ല, ടി വിക്ക് കഴിയില്ല. നാളെ എന്ത് നടക്കുമെന്ന് ഇന്നേ നമ്മോട് പറയുന്നൊരു പുസ്തകമുണ്ട്. അതത്രേ വിശുദ്ധ വേദപുസ്തകം. ഈ തിരുവെഴുത്തിനായി ഒരിക്കൽ കൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഈ ഇവിടുത്തെ വിഷയം തീർക്കണേ കുറേ സമയം വേണം. ഒത്തിരി നാളിന് ശേഷമാണ് ഞാൻ ഈ വിഷയം എടുക്കുന്നത്. ലോകത്ത് പലയിടത്തും ആളുകൾ എന്നോട് ഈ വിഷയം പ്രസംഗിക്കണമെന്ന് പറയാറുണ്ട്. ഞാൻ എഴുതിയ പുസ്തകമുണ്ട്, നോഹയുടെ കാലം. 25 വർഷം മുമ്പ് എഴുതിയതാണത്. അത് ബെസ്റ്റ് സെല്ലറാണ്. ഏതാണ്ട് 10ഓളം എഡിഷൻസ് ചിലവായിട്ടുണ്ട്. ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ നിന്ന് ആ പുസ്തകം ആവശ്യപ്പെടാറുണ്ട്. ഏതാണ്ട് 25 വർഷം മുമ്പ് എഴുതിയപ്പോൾ പല കാര്യം നടന്നെങ്കിൽ ഇന്ന് അതിനേക്കാൾ അപ്പുറമായി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ പഠിക്കണം. സമയം ഏതാണ്ട് നമ്മുടെ നാട്ടിൽ കൺവെൻഷൻ തീരാനുള്ള സമയമായപ്പോഴാണ് നിങ്ങളെൻ്റെ തന്നേക്കുന്നത്. 8:30 മണി. ഇവിടെ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഒത്തിരി ദൂരെ പോകണം. നാളെ സഹായമുണ്ട്, അത് രാത്രി യോഗമുണ്ട്. കുറേ ദിവസമായി ഓട്ടം തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഒത്തിരി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നോഹയുടെ കാലം പോലെ. അതുകൊണ്ട് ഞാനൊരു ആദ്യത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നേരെ മെസ്സിലേക്ക് കിടക്കുകയാണ്. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. എന്താണ് നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത? നോഹയുടെ കാലത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ്. നോഹയുടെ കാലം പോലെ നമ്മുടെ കാലമായെങ്കിൽ അതിൻ്റെ അർത്ഥം ഓർത്തോണം, യേശു കർത്താവിൻ്റെ മടങ്ങി വരവ് സമീപിച്ചിരിക്കുന്നു. ഇവിടെ വായിച്ചു മക്കളെ, ആരാ വായിക്കുന്നത് വെച്ചാൽ ക്ലിയറായിട്ട് വായിക്കണം, സ്ഫുടതയോട് വായിക്കണം, സ്പീഡി വായിക്കണം, തെറ്റാൻ പാടില്ല. ഇത് ഐക്യ കൺവെൻഷൻ, ഇത്രയും പാസ്റ്റർമാരുണ്ട്. മോളെ വായിച്ചു എങ്കിലും മോളൊന്നുകൂടെ നന്നായി വായിക്കണം കേട്ടോ മോളെ, തെറ്റ് പറ്റരുത്, കാരണം സമയമില്ലാത്തതുകൊണ്ട്. വായിച്ചാട്ടെ. 6-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. നോഹയുടെ കാലത്തിൻ്റെ 1-ാമത്തെ പ്രത്യേകത. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഭാഗം അടർത്തി മാറ്റിയിട്ട് ആ മേരെ മെസ്സേജിൽ കയറുകയാണ്. 6-ാം അധ്യായം 1-ാം വാക്യം, നോഹയുടെ കാലത്തിൻ്റെ 1-ാമത്തെ പ്രത്യേകത. വായിക്കാം മോളെ. ഓണാക്കി വായിക്കും. ഈ മൈക്ക് ഓണാക്കി കൊടുത്തത്. മനുഷ്യൻ ഭൂമിയിൽ പെരുകിയ കാലം. നീ അങ്ങോട്ട് നോക്കേ, കൈയൊന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. നോഹയുടെ കാലത്തിൻ്റെ 1-ാമത്തെ പ്രത്യേകത നിങ്ങൾ നോക്കിയിരിക്കുക. മനുഷ്യൻ ഭൂമിയിൽ പെരുകിയ കാലം. നമ്മുടെ കാലവും മതി മോളെ, പിന്നെ ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. നമ്മുടെ കാലവും അതുപോലെ ആയിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ ഏതാണ്ട് 720 കോടി ജനങ്ങളുണ്ട്. ഏതാണ്ട് 900 അടുക്കാൻ പോകണം. 820 കോടിയുണ്ട്. ഇന്ത്യൻ ജനസംഖ്യ ഏതാണ്ട് 140 കോടിയോളമുണ്ട്. ലോകത്ത് ഇതുവരെ ജീവിച്ചിരുന്ന ആളുകളുടെ എണ്ണമാണ് ഇപ്പോൾ ലോകത്തുള്ളത്. നോഹയുടെ കാലത്തിൻ്റെ 1-ാമത്തെ പ്രത്യേകത ജനം പെരുകിയ കാലം. ജനസംഖ്യാ സ്ഫോടനമെന്നും വിസ്ഫോടനമെന്നും പറയത്തക്കവണ്ണം ജനം പെരുകുകയാണ്. പൈശാചികമായ ക്രൂരമായ അനവധി മാർഗങ്ങളിലൂടെ ജനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ പിശാച് ഒരു വശത്ത് പരിശ്രമിക്കുന്നു. ഏറ്റവും ക്രൂരമായ മാർഗം ഞാൻ പറയാം. അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ കശാപ്പ് ചെയ്യുക, അബോർട്ട് ചെയ്ത് മാറ്റുക, അബോർഷൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, ഒരു വർഷം 8 കോടിയിൽ പരം കുഞ്ഞുങ്ങളെയാണ് ഭൂമി കാണാതെ അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് കശാപ്പ് ചെയ്യുന്നത്. അത് ഔദ്യോഗിക കണക്കാണ്. 8 കോടിയിൽ പരം കുഞ്ഞുങ്ങൾ. ഒരു കുഞ്ഞിക്കാല് കാണാൻ കോടാനുകോടി മുടക്കാൻ, ലക്ഷങ്ങൾ മുടക്കാൻ അപ്പനും അമ്മയും തയ്യാറുള്ളപ്പോൾ മറുവശത്ത് ഭൂമിയിൽ ജനിക്കേണ്ട അനേക കുഞ്ഞുങ്ങളെ കശാപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു വിമോചകൻ്റെ വരവെടുക്കുമ്പോൾ ശിശുക്കൾ കൊല്ലപ്പെടണം.
മോശക്കുഞ്ഞ് ജനിച്ചപ്പോൾ ഫറവോൻ പറഞ്ഞു, ജനിക്കുന്ന ഏത് ആൺകുഞ്ഞുങ്ങളെയും നീലനദിയിൽ വലിച്ചെറിയണം. യേശു കർത്താവ് ഒന്നാമത് ജനിച്ചപ്പോൾ ഹെരോദാവ് ഓർഡർ ഇട്ടു, 3 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലണം. ഇതാ നമ്മുടെ കർത്താവിൻ്റെ വരവെടുത്തപ്പോൾ അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ കശാപ്പ് ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം വിമോചകൻ അടുക്കൽ വാതുക്കലായിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നോഹയുടെ കാലം എന്ന പുസ്തകം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, ഈ ലോകത്തിന് പ്രയോജനപ്പെടേണ്ട എത്രയോ കുഞ്ഞുങ്ങളെയാണ് ഭൂമി ജനിക്കാൻ അനുവദിക്കാതെ അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് കശാപ്പ് ചെയ്തു. അത് കേട്ടാൽ ഇവിടെയൊക്കെ ഡോക്ടർമാരുണ്ട്, അവർക്ക് മനസ്സിലാവും ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് മുട്ട ഓംപ്ലേറ്റ് ചെയ്യുന്ന പോലെ, അടിച്ചു കളയുന്ന പോലെ, തോരൻ ചിക്കിച്ചളഞ്ഞ് കളയുന്നത് പോലെ ഈ അമ്മമാരുടെ ഉദരത്തിൽ എൻ്റെ ചുരണ്ടി അടിച്ച് പുഴച്ചൻ കളയുകയാണ് കുഞ്ഞുങ്ങളെ. അത് കൊലപാതകമാണ്. അപ്പോൾ തന്നെ ഉപ്പിലായിനി ഒഴിച്ചൊക്കെയാണ് എന്നെ കൊല്ലുന്നത്. കൊന്നിട്ട് അടിച്ച് പൊടിച്ചൻ കളയുകയാണ്. അപ്പം ഞാൻ എഴുതി, എത്രയോ പ്രയോജനപ്പെടേണ്ട കുഞ്ഞുങ്ങളാണ് ഭൂമി കാണാതെ പോയത്. അപ്പം ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ പറയുന്ന മോനെ ശ്രദ്ധിച്ചിട്ട് വേണം നീ എഴുതാൻ. എന്താ ദൈവം പറഞ്ഞെന്ന് പറയാം. ഞാൻ എൻ്റെ വീട്ടിൽ അഞ്ചാമനാണ്. ഇന്നത്തെ കാലത്താണെങ്കിൽ ജീവിച്ചിരിക്കാൻ ഒരു അനുവാദവും ഇല്ലാത്തവനാണ് ഞാൻ. ആണോ പാസോത്രാമനാ? മൂന്നാം പാസൊക്കെ തന്നെ ഓർമ്മയില്ല. പണ്ടായിരുന്ന എത്രാമനാന്ന് പോലും പകലില്ലായിരുന്നു. ഇപ്പം നാം 1 നമുക്കൊന്ന്, നാം 2 നമുക്ക് 2. ഇപ്പം വന്നെങ്കിൽ നമ്മളൊന്ന് നമുക്ക് ആർക്കും വേണ്ടെന്നാ. അപ്പം 1, 2, 3 അതിനപ്പുറമാണ് ഇല്ല. ബാലകൃഷ്ണപിള്ള സാറ് പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്താണ് ജീവിച്ചിരിക്കാൻ അനുവാദമില്ലാത്തവനാ ഞങ്ങളൊക്കെ. ഈ 3ാമത് കഴിഞ്ഞുള്ളവരൊക്കെ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയണം. അത്രയും പേരുണ്ടല്ലോ. കാരണം ഇവിടെ ജനിക്കാൻ ദൈവം ഭാഗ്യം നൽകിയല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, ദൈവം എന്നോട് പറഞ്ഞു, പിശാച് എന്തെല്ലാം പദ്ധതി ഇറക്കിയാലും ദൈവം കണ്ടവൻ ഇവിടെ ജനിച്ചിരിക്കും. നിങ്ങളിതാ ശക്തിയില്ലാത്ത ആഭിക്കരക്കാർക്ക് ദൈവം കണ്ടവൻ ഇവിടെ വളർന്നിരിക്കും. കരമടിച്ച് ശക്തിയോടെ വാതുറന്ന് പറ, ദുഷ്ടപിശാചേ, നീ എന്തെല്ലാം പദ്ധതി ഇറക്കിയാലും ശബ റഖ്നിയ, ദൈവം കണ്ടവൻ ഇവിടെ ജനിച്ചിരിക്കും. അവൻ ഇവിടെ വളർന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. വളർന്നിരിക്കും. നമുക്കറിയാമോ, മോശക്കുഞ്ഞിൻ്റെ കാലത്ത് മോശക്കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയാണ് ഫറവോൻ പദ്ധതിയിട്ടത്. മോശക്കുഞ്ഞൊഴികെ പലരും കൊല്ലപ്പെട്ടു, മോശയെ കൊല്ലാൻ കഴിഞ്ഞില്ല. യേശു കർത്താവിൻ്റെ ജനനവേളയിൽ യേശു കർത്താവിനെ കൊല്ലാൻ വേണ്ടിയാണ് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നീതലെറിയാൻ പറഞ്ഞത്. പല കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു, പക്ഷേ യേശു കർത്താവിനെ തൊടാൻ കഴിഞ്ഞില്ല. ഒന്നുകൂടെ യേശുവിൻ്റെ നാമത്തിൽ ഇവിടുത്തെ ദുഷ്ടാത്മ സേനകൾ കേൾക്കാൻ ഞാൻ വിളിച്ചു പറയാം, ദൈവം കണ്ടവൻ നീ എന്തെല്ലാം പദ്ധതി ഇറക്കിയാലും ഇവിടെ ജനിച്ചിരിക്കും, ഇവിടെ വളർന്നിരിക്കും. ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ദൈവമക്കളെ, നിങ്ങൾ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം, ആരാധിച്ചുകൊണ്ടിരിക്കണം. ഞാൻ കൂടെ പറയാറുണ്ട്, നിങ്ങൾക്കറിയാമോ, നമ്മുടെ പലരുടെയും ജനനം യാദൃച്ഛികമായിരുന്നു, പദ്ധതിയൊന്നുമില്ല. നിങ്ങളുടെ മാതാപിതാക്കളുടെ പദ്ധതി നിങ്ങളില്ലായിരുന്നു. എത്ര മാതാപിതാക്കൾ പ്ലാൻ ചെയ്തിട്ടാണ് നിങ്ങൾ ജനിച്ച്? നിങ്ങളുടെ അപ്പൻ്റെ പദ്ധതി നിങ്ങളില്ലായിരുന്നു, നിങ്ങളുടെ അമ്മയുടെ പ്ലാനിൽ നിങ്ങളില്ലായിരുന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുണ്ടായിരുന്നു. ഒന്നുകൂടെ ശക്തിയോടെ പറഞ്ഞാട്ട്, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഞാൻ ഉണ്ടായിരുന്നു കൊണ്ടാണ് ഞാൻ ജനിച്ചത്. നിനക്കൊരു തലമുറയുണ്ടാകാതിരിപ്പാൻ, ആ തലമുറ വളരാതിരിപ്പാൻ ദുഷ്ടപിശാച് പല പദ്ധതികളും നോക്കി. ഇസ്രായേൽ പറയേണ്ടതെന്തെന്നാൽ, എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും ശത്രു എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവനെ ജയിച്ചില്ല. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. നിനക്കൊരു സന്താനം ഉണ്ടാകാതിരിപ്പാൻ, അവൻ ജനിക്കാതിരിപ്പാൻ, അവൻ വളരാതിരിപ്പാൻ, അവൾ ജനിപ്പാതിരിപ്പാൻ പിശാച് പല പദ്ധതി നോക്കിയെങ്കിലും അവൻ്റെ പദ്ധതികളെ തകർത്തുകൊണ്ട് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിപ്പാൻ ദൈവം എന്ന ഭാഗ്യത്തിനായി ഒരിക്കൽ കൂടെ ശക്തിയോടെ സ്തോത്രം പറയാം. ദൈവം കണ്ടവനോട് ജനിക്കും. അപ്പോൾ ഒത്തിരി പൈശാചിക മാർഗങ്ങളിലൂടെ ജനത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ ജനം ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാമോ, ഇനി ഉണ്ടാകാൻ പോകുന്ന വലിയ യുദ്ധം എന്തിനെക്കുറിച്ചായിരിക്കും എന്നറിയാമോ? ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ 2 ക്ഷാമമുണ്ട്. അതിലേറ്റവും വലിയ ക്ഷാമം ഇതായിരിക്കും. എന്താ ഇത്? വെള്ളം, കുടിവെള്ള ക്ഷാമം. ദ വീക്ക് ഇല്ലസ്ട്രേറ്റ് വീക്കിലി, ഇന്ത്യ ടുഡേ, ഇതെല്ലാം പറയുന്നത് മനുഷ്യൻ ഇനി ലോകമഹായുദ്ധം ഉണ്ടാകാൻ പോകുന്ന വെള്ളം കിട്ടാനില്ല, അത് വരും. ഞാൻ താമസിക്കുന്ന കായംകുളത്ത്, അവിടെ നേരെ പടിഞ്ഞാട്ട് പോയാൽ കടലാണ്. 15 കിലോമീറ്റർ, 10 കിലോമീറ്റർ. വെള്ളം സമൃദ്ധപത്രത്തെ വെള്ളം, പക്ഷേ കുടിക്കാനൊരു വെള്ളിയില്ലെന്ന് പറഞ്ഞ പോലെ 3 മണിക്കും 4 മണിക്കും 2 മണിക്കും ഒക്കെ ക്യൂ നിൽക്കുകയാണ് വാട്ടർ ടാങ്കിൽ വെള്ളം കൊണ്ട് കൊടുക്കുന്നത്. വില കൊടുത്ത് വെള്ളം വാങ്ങാത്തവർ എനിക്ക് തോന്നുന്നു കേരളത്തിലെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടും കുടിവെള്ളം വില കൊടുത്ത് വാങ്ങുന്നവരാണ്. വെള്ളം ക്ഷാമമുണ്ടാകും, വെള്ളം കിട്ടാനില്ല, അത് വരും. ഇന്നൊക്കെ 2000 ശ്രദ്ധിച്ചു കേൾക്കൂ, ഇന്നലെ ഞങ്ങളുടെ ബൈബിളിൽ എഴുതിയതല്ല. ഇപ്പോഴത്തെ ഇല്ലസ്ട്രേറ്റ് വീക്കിലിയും ദ വീക്കും ഇന്ത്യ ടുഡേയും
ഭൗതിക ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറയുന്നത് മനുഷ്യന് വെള്ളം കിട്ടാത്ത കാലം വരുമെന്ന് പറഞ്ഞെങ്കിൽ കേട്ടോ, വായിക്കാം മോളെ. ആരാ വായിക്കുന്നത്? ആമോസിൻ്റെ പ്രവചനം 8-ാം അധ്യായം 11-ാം വാക്യം. ആമോസിൻ്റെ പ്രവചനം 8-ാം അധ്യായം 11-ാം വാക്യം. ഇന്നേക്ക് 2700 വർഷം മുമ്പ് വിശുദ്ധ ബൈബിൾ 2 ക്ഷാമത്തെക്കുറിച്ച് പ്രവചിച്ചു. പെട്ടെന്ന് വായിക്കേ. ആമോസിൻ്റെ പ്രവചനം വായിക്കും മോളെ. 8-ാം അധ്യായം 11-ാം വാക്യം. യെസ്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾപ്പാനുള്ള വിശപ്പ് തന്നെ. വായിച്ചോ. യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അടുത്ത വാക്യം. അന്നവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നിയെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും. കണ്ടു കിട്ടുകില്ല താനും. അടുത്തത്, അന്നാളിൽ സൗന്ദര്യമുള്ള കന്യമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും. ഇത് വിശുദ്ധ ബൈബിൾ പറഞ്ഞതുകൊണ്ട് ഇത് വിശ്വസിക്കുമെന്ന് സംഭവിക്കുന്നവർ മാത്രം ആ കൈ ഉയർത്തിയൊരു സ്തോത്രം പറയാം. നദി മുതൽ വരെ, അങ്ങേ നദി മുതൽ ഇങ്ങേ നദി വരെ അഴന്ന് നടക്കും. ഒരറ്റം മുതൽ അറ്റം വരെ ഒരു തുള്ളി വെള്ളം കിട്ടാനില്ലാതെ സൗന്ദര്യമുള്ള കന്യകമാരും ആരോഗ്യമുള്ള യുവാക്കന്മാരും ബോധം കെട്ട് വീഴും. സ്ത്രീകൾ, പെണ്ണുങ്ങൾ, ചെറുപ്പക്കാരികളായ യുവതികൾ ബോധം കെട്ട് വീഴുമെങ്കിൽ പ്രായമാരുടെ കാര്യം പറയണോ? ഒന്നുകൂടെ ഞാൻ ചോദിക്കുക, അരബിക്കരക്കാർ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ബൈബിൾ പറഞ്ഞതുകൊണ്ട് ഇത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരിക്കൽ കൂടെ ശക്തിയുടെ സഹോദരന്മാർ? വേദപുസ്തകം ഒരു കാര്യം പറഞ്ഞാൽ സാഹചര്യം ഒന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. നിന്നോട് ദൈവാത്മാവ് ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുകൂലമായി ഒന്നും നീ കാണുന്നില്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാണെങ്കിൽ അത് സംഭവിക്കും. വിശ്വസിക്കുന്നവർ ഒരിക്കൽ കൂടെ കരമടിച്ച് ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറയാം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? 2 ക്ഷാമമുണ്ടാകുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. എന്താ വായിക്കുക? അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, പിന്നെ ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഞാൻ ദേശത്തയക്കും. അന്ന് സമുദ്രം മുതൽ സമുദ്രം വരെ, നദി മുതൽ നദി വരെ ഉഴന്നു എന്ന് അന്വേഷിക്കും. പക്ഷേ വിശുദ്ധ ബൈബിൾ കിട്ടില്ലെന്ന്. 2 ക്ഷാമം വരാൻ പോകുന്നു അരുവിക്കരക്കാരെ. ഒന്ന്, വിശുദ്ധ ബൈബിൾ അല്ലെങ്കിൽ വചനം കിട്ടാനില്ലാത്ത കാലം വരും. 2, വെള്ളം കിട്ടാനില്ലാത്ത കാലം വരും. ഇപ്പം ഏറ്റവും അധികം സുലഭമായി കിട്ടുന്നത് എന്തോ മക്കളെ? 1, വചനം. 2, വെള്ളം. ഞാൻ പറയുക, ഇപ്പം നമ്മുടെ ഇവിടെ ബ്ലസ് അരുവിക്കര നടക്കുക. പേരൂക്കട ചെന്നാൽ അവിടെ പവർ ഫസ്റ്റായിരിക്കും. കൊട്ടാരക്കര ചെന്ന ആശിഷ മാരിയായിരിക്കും. കോട്ടയത്ത് ചെന്നാൽ സ്വർഗീയ വിരുന്ന. കായംകുളത്ത് വന്നാൽ വിടുതൽ മഹോത്സവമാണ്. എവിടെ ചെന്നാലും സുവിശേഷം. TV തുറന്നാൽ സുവിശേഷം, റേഡിയോ തുറന്നാൽ സുവിശേഷം, യൂട്യൂബ് തുറന്നാൽ സുവിശേഷം. നിനക്ക് ഏത് ഭാഷ സുവിശേഷം കേൾക്കണം? എപ്പോൾ സുവിശേഷം കേൾക്കണം? പാതിരാത്രി കേൾക്കണോ? വെളുപ്പിനെ കേൾക്കണോ? ഉച്ചയ്ക്ക് കേൾക്കണോ? ഏത് നിമിഷം ട്യൂൺ ചെയ്താൽ മതി. അന്തരീക്ഷം സുവിശേഷം കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുക. പച്ചക്കറിക്കട ചെന്നാൽ അവിടെ പൊതിഞ്ഞിരുന്ന ട്രാക്ടർ സുവിശേഷമാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ നടക്കുകയാണ്. നിങ്ങൾ കേട്ടില്ലയോ എന്ന് ചോദിച്ചാൽ കേട്ടിരിക്കുന്നു നിശ്ചയം. ഒരുത്തനും കേട്ടില്ലെന്ന് പറയത്തക്കവണ്ണം ലോകം മുഴുവൻ സുവിശേഷ പ്രസംഗം നടക്കുക. സ്വോത്രം. ഈ സുവിശേഷം ഭയങ്കര നടക്കുക. ഞാൻ നല്ല ഇൻസ്ട്രുമെൻസും നല്ല ഗായം ഞാൻ ശ്രദ്ധിക്കാറില്ല. നേരമേ കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. ഇവർ പാടാനം കൊണ്ട് കയറി നിൽക്കുമ്പം, ഇപ്പോൾ എന്നോട് പാടി വിദ്യയൊക്കെ പാടുമ്പോൾ ഇങ്ങോട്ട് കയറി നിൽക്കുമ്പം വളരെ സ്ലോ മോഷനാണ് തുടക്കം, എൻ്റെ പ്രസംഗം പോലെ. പക്ഷെ കുറച്ചങ്ങോട്ട് നീങ്ങുമ്പം കൊട്ടങ്ങ് മുറുകും. ഇല്ലേ മോനെ? കൊട്ട് മുറുകുമ്പോൾ ഓർത്തോണം കൊട്ട് നിൽക്കാൻ പോവാ. സുവിശേഷയോഗം കൂടുമ്പോൾ നീ ഓർത്തോണം സുവിശേഷയോഗം നിൽക്കാൻ പോവാ. കല്യാണത്തിന് വിളിക്കുന്ന പോലെ കൺവെൻഷന് വിളിച്ചാലും നിനക്ക് വരാൻ നേരമില്ലേ? ഇന്ന് രാത്രി ഞാൻ യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു പറയുന്നു, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ദൈവം ദേശത്ത് അയക്കാൻ പോകുന്നു എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. ഞങ്ങളെപ്പോലുള്ള സ്റ്റേജ് പ്രാസംഗികരെ മാത്രമല്ല, ഈ ഗ്രൗണ്ടിൽ നിന്ന് സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ തേടി നീ ഓടി നടക്കുന്നൊരു കാലമുണ്ട്. അന്നവർ ഈ ഭൂമിയിൽ കാണുകയില്ല. ഒന്നുകൂടെ കരമടിച്ച് ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. സ്തോത്രം. ഓടി നടക്കുന്നൊരു കാലം വരും. ഈ വിജയം കൂടുമ്പോൾ ഓർത്തോളം സുവിശേഷം നിൽക്കാൻ പോവാ. എവിടെ ചെന്നാലും സുവിശേഷമാണ്.
ഈ സുവിശേഷയോഗം ഇഷ്ടമില്ലാത്തൊരു അച്ചായൻ്റെ വീടിനടുത്ത് പെന്തക്കോസുകാർ 3 ദിവസം യോഗം കൊണ്ടുവച്ചു. 3 ദിവസം വെച്ചുള്ള അച്ഛാ. അപ്പം ഈ അച്ചായൻ പറഞ്ഞു, സുവിശേഷയോഗം കേൾക്കാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞു പുള്ളി പെണ്ണുംപിള്ള വീട്ടിലേക്ക് വണ്ടി കയറി, ഭാര്യ വീട്ടിലേക്ക് വണ്ടി കയറി. അവിടെ ചെന്നപ്പം ഭാര്യ വീടിനടുത്ത് ഒരാഴ്ചത്തെ ക്രൂസിൽ നടക്കുക. പട മേടിച്ച് പന്തളത്ത് വന്നപ്പം ചൂണ്ടുകെട്ടി പട വന്നതല്ല, ഇന്നത്തേക്ക് ഇരിക്കാം, പക്ഷെ ഞാൻ 2 ചെവിയിലും കൈയിട്ടുകൊണ്ട് പുള്ളി ഇരുന്നു. കേൾക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് ചെവി കൈയിട്ടുകൊണ്ടിരിക്കുകയും ചിക്കൻ കുനിയ വരുത്തുന്ന കൊതുക് പുള്ളി അടിക്കാൻ തുടങ്ങി. കടിക്കാൻ തുടങ്ങി. കൊതുകിനെ അടിക്കാൻ കൈയെടുക്കുകയും ഇടിവെട്ടുന്ന പോലെ, ഇന്നും നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കും? മതി, കേൾക്കേണ്ടതെല്ലാം കേട്ട് കഴിഞ്ഞു. നീ എവിടെ പോയാലും രക്ഷയില്ല. ബസ്സേ കയറിയ ഉപദേശിമാർ വിടില്ല, ജംഗ്ഷനിൽ നിന്ന് വിടില്ല, വീട്ടിൽ ഇരുന്ന TV. മനസ്സിലായോ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോളാ. നീ പല യോഗങ്ങൾ കണ്ടിട്ടുണ്ട്, അതുപോലൊരു യോഗമല്ല ഈ യോഗം. ഇത് നിന്റെ നിത്യത നിർണയിക്കുന്ന യോഗമാ. വിശേഷതകളുടെ പ്രതികരണമാ നിന്റെ നിത്യത നിർണയിക്കുന്നേ. സ്തോത്രം. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല. ഒരു മോണയാറ്റുകാരൻ ഇവിടെ വന്നിരുന്നെങ്കിലേ, ഒരു മിമിക്രിക്കാരൻ ഇവിടെ വന്നിരുന്നെങ്കിലേ ഇവിടെ നിറയത്തില്ലേ? ഇല്ലേ? കസേര എല്ലാം ഇല്ലാത്തില്ലേ? തമിഴ്നാട്ടിൽ നിന്ന് ബ്രെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു സൈക്കിളിൽ ഏതാണ്ട് പച്ച കെട്ടി ഒരു കൊരങ്ങച്ചനെ ഒരു ഉടുപ്പ് പിടിച്ച് ആടരാരാമ ചാടരാരാമ എന്നും പറഞ്ഞ 2 കറക്കവും കറക്കി അവനിവിടെ വന്ന ഈ നാട്ടുകാരെല്ലാം ഇവിടെ വന്നേനെ. നിനക്ക് ജീവന്റെ വചനം കേൾക്കാൻ നേരമില്ല. പക്ഷേ പാവപ്പെട്ട അഭിഷക്തന്മാരെ, ദൈവമക്കളെ അന്വേഷിച്ച് നീ ഓടുന്നൊരു കാലം വരാൻ പോകുന്നെന്ന് ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയുന്നു. അന്ന് ദൈവമക്കൾ ഈ ഭൂമിൽ കാണുകയില്ല. ഇത്രയും കഷ്ടപ്പെട്ട് യോഗം വെക്കുന്നതേ നിന്നെ കേൾപ്പിക്കാനാ. അപ്പോൾ ഒന്ന്, ജനം പെരുകിയ കാലം. നേരമില്ല, പേടിച്ച് പോകണം. ജനം പെരുകിയ കാലം. മോളെ ആരാ വായിക്കുന്ന ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. മനുഷ്യൻ ഭൂമിയിൽ പെരുകിയ കാലം. 6:1. അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ അവർ ദൈവത്തിന് വായിക്കേ ദൈവത്തിന്റെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും. നോഹയുടെ കാലത്തിന്റെ അടുത്ത പ്രത്യേകതയാണ് ബോധിച്ച ഏവരെയും ഭാര്യമാരെ എടുക്കുന്ന കാലം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ബോധിച്ച ഏവരെയും. അതായത് ഇഷ്ടപ്പെട്ടതിനെ കെട്ടുക. ഈ ഇഷ്ടപ്പെട്ടതിനെ കല്യാണം കഴിക്കുന്നതിന് വേദവസം എതിരല്ല. മാരിയേജ് ആൻഡ് റീമാരിയേജ്. ലൂക്കോസ് വിശേഷം പറഞ്ഞു, അവർ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. വിവാഹം ഒഴിക്കുക, വിവാഹം കഴിക്കുക. ഇപ്പോൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ കല്യാണം കഴിക്കാനും ശുശ്രൂഷയുണ്ട്, കല്യാണം ഒഴിക്കാനും ശുശ്രൂഷയുണ്ട്. മാരിയേജ് ആൻഡ് റീമാരിയേജ്. നിങ്ങൾക്കറിയാമോ, ഇതുപോലെ വിവാഹമോചനം നേടി പെരുകിയ കാലമില്ല. അതിനേക്കാൾ ഉപരി നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തൊന്നും കേൾക്കാത്ത കാര്യമാണ് ലിവിങ് ടുഗദർ. കല്യാണം കഴിക്കണ്ട, ഒന്നിച്ച് വസിക്കുക. അതിനേക്കാൾ കഠിനമായ ചില കാര്യങ്ങളുണ്ട്. ദൈവം തമ്പുരാൻ നിർമ്മിച്ചപ്പോൾ ഒരാദാമിനൊരു ഹൗവ, ആണും പെണ്ണും. ഇതാണ് ദൈവാവസ്ഥ. എന്നാൽ ഇപ്പം അത് മാറി. നിങ്ങൾക്കറിയാം, ആണോടാണ് പെണ്ണോട് പെണ്ണ് അവലക്ഷണമായി ചെയ്യുക. ലോത്തിൻ്റെ കാലവും സോതോമിൻ്റെ കാലവും. നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത ആണോടാണ് അപലക്ഷണമായത്. ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുക. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ലിവിങ് ടുഗദർ, കല്യാണമൊന്നും വേണ്ട. അടുത്ത കാലത്ത് വളരെ പ്രശസ്തനായൊരു മനുഷ്യൻ എഴുതി, ഇനിയും അധികകാലം താമസിയാതെ വിവാഹമെന്ന ഏർപ്പാടില്ലാതാകും. ഓരോരുത്തരും ഇഷ്ടപ്പെട്ടവരുടെ കഴിയും. ഞങ്ങളും അത് തന്നെ പറഞ്ഞു, കഴിയും. പക്ഷേ ഈ രാത്രി ഞങ്ങളൊരു കാര്യം പറയാം. ദൈവത്തിൻ്റെ സഭ ഇവിടെ ഉള്ള കാലത്തോളം ദുഷ്ടപിശാചേ, ദൈവം സ്ഥാപിച്ച ഒന്നും നിനക്ക് തകർക്കാൻ കഴിയില്ല. മാതർന്ന് കൈയടിച്ച് ശക്തിയോട് സ്തോത്രം പറ. അതിവിടെ നടന്നിരിക്കും. കുടുംബ തകർച്ചയുടെ കാലം. ഇഷ്ടപ്പെട്ടതിനൊക്കെ കെട്ടുക. ആണോടാണ്, പെണ്ണോട് പെണ്ണ്. മക്കളൊക്കെ ഇതൊന്നും ആരും പ്രസംഗിക്കുന്നു കേൾക്കുന്നില്ല. അവലക്ഷണമാത്. നിങ്ങൾക്കറിയാമോ, ലോകത്തെ മിക്ക രാജ്യങ്ങളും സ്വവർഗ വിവാഹം അംഗീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ അത് അംഗീകരിക്കാതിരിക്കുകയായിരുന്നു. സുപ്രീം കോടതിയൊക്കെ അതിനെതിരായിരുന്നു, ഭരണാധികാരികൾ. പക്ഷെ പലയിടത്തും അംഗീകരിച്ചു. ഇംഗ്ലണ്ടിലൊക്കെ, അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളും അവരുടെ ശുശ്രൂഷ നടത്തണം. കല്യാണം ആണും പെണ്ണും തമ്മിൽ നടത്താൻ പറഞ്ഞ് നടത്തി കൊടുക്കണം സഭ. അവിടുത്തെ പെന്തക്കോസ്തകളൊക്കെ അവർ പാകലായി എഴുതി ഞങ്ങളത് നടത്തത്തില്ലെന്ന്. മനസ്സിലായോ നിങ്ങൾക്ക്? അമേരിക്കയിൽ ഹൂസ്റ്റണിൽ ഞാൻ എന്ന രാജ്യത്തുണ്ട്. ഈ അവിടുത്തെ ഗവർണർ അത് അനുവദിക്കാതെ വന്നപ്പോൾ സ്വവർഗ പ്രേമികൾ ഒന്നിച്ചൊരു പ്രകടനം നടത്തി. 80,000 ആളുകളുണ്ടായിരുന്നു. ആണോടാണ്, പെണ്ണോട് പെണ്ണ് കൈകോർത്ത് പിടിച്ച് അവിടെ പ്രകടനം നടത്തിയപ്പോൾ 80,000 എണ്ണം.
ഇറ്റലിയിൽ ഇത് അനുവദിച്ചു കൊടുത്തപ്പം ഒരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നു. ആ വാർത്ത നിങ്ങൾ കേൾക്കണോ? രണ്ട് കിളവന്മാർ തമ്മിൽ മുഖത്തോട് നോക്കി ചിരിക്കുക. രണ്ട് കിളവന്മാർ തമ്മിൽ. എന്നിട്ട് പറയാ 35 വർഷത്തെ പ്രണയസാഫല്യം വന്നു. വല്യപ്പച്ചൻ കല്യാണം കഴിക്കാൻ പോവാന്ന്. മനസ്സിലായോ? ആൾത്താരയ്ക്ക് മുമ്പിൽ വെച്ച് വിശുദ്ധ ബൈബിൾ വെച്ച് ആണിനെയും പെണ്ണിനെയും തമ്മിൽ കല്യാണം കഴിപ്പിക്കുന്ന വഷളത്വം ലോകത്തെ പല ക്രിസ്ത്യൻ പള്ളികളിലും വന്നു കഴിഞ്ഞു. വിശുദ്ധ ബൈബിൾ പറഞ്ഞു, ശൂന്യമാകുന്ന മ്ലേച്ഛതകൾ നിൽക്കുന്ന കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, അവൻ അടുക്കൽ വാതുക്കലായിരിക്കുന്നു. കൈ ഉയർത്തി വാതുറന്ന ശക്തിയോട് സ്തോത്രം പറയൂ. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഒരു സോദോമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ലോകത്തിലെ മിക്ക പട്ടണങ്ങളും ഇന്ന് സോദോമിനേക്കാൾ അതപ്പതിച്ചു കഴിഞ്ഞു. ഡോക്ടർ ബില്ലി ഗ്രഹാം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ദൈവം തമ്പുരാൻ അമേരിക്കയെ ന്യായം വിധിച്ചില്ലെങ്കിൽ, പാപം പെരുകിയ അമേരിക്കയെ ദൈവം ന്യായം വിധിച്ചില്ലെങ്കിൽ സോദോമിനോടും ഗോമോറയോടും ദൈവം ക്ഷമ ചോദിക്കേണ്ടി വരും. ഒന്നുകൂടെ പറയാം, പാപം പെരുകിക്കഴിഞ്ഞു, വഷളത്വം പെരുകിക്കഴിഞ്ഞു, ദുഷ്ടത പെരുകിക്കഴിഞ്ഞു. പാപം പെരുകാഞ്ഞിട്ടല്ല, ദുഷ്ടത പെരുകാഞ്ഞിട്ടല്ല, വഷളത്വം പെരുകാഞ്ഞിട്ടല്ല ദൈവത്തിന് ന്യായവിധി വരാത്തത്. ദൈവത്തെ കൊണ്ട് കഴിയാത്ത, ദൈവം ഒരിക്കലും ചെയ്യാത്ത 10 കാര്യം വിശുദ്ധ ബൈബിൾ പറയുന്നു. അത് ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. അരബിക്കരക്കാരെ, ലോകത്തിന് ദുഷ്ടതയില്ലാഞ്ഞിട്ടല്ല, പാപം ഇല്ലാഞ്ഞിട്ടല്ല ന്യായവിധി വരാത്തത്. സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. കൈകളടിച്ച വീണ്ടും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രാർത്ഥിക്കുന്നവന്റെ വില, സ്തോത്രം പറയുന്നതിൻ്റെ വില, ഹല്ലേലൂയ പറയുന്നതിൻ്റെ വില നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അധികം താമസിയാതെ നിങ്ങൾ അറിയും. ലോകം മുഴുവൻ വഷളത്വം, ആണോടാണ്, പെണ്ണോട് പെണ്ണ്, വഷളത്വം, കുടുംബ തകർച്ച. മക്കളെ ഓർത്ത് പ്രാർത്ഥിച്ചോണം. ഞാൻ ഒത്തിരി കല്യാണങ്ങളിലൊക്കെ വന്ന് നടത്താറുണ്ട്, നിങ്ങളൊക്കെ കൂടിയിട്ടുണ്ടായിരിക്കും. ഞാൻ പറയും, അത് പ്രേമം യോജിപ്പിക്കുന്ന വിഭാഗമുണ്ട്, സൗന്ദര്യം യോജിപ്പിക്കുന്ന വിഭാഗമുണ്ട്, പണം യോജിപ്പിക്കുന്ന വിഭാഗമുണ്ട്, ദൈവം യോജിപ്പിക്കുന്ന വിഭാഗമുണ്ട്. ദൈവം യോജിപ്പിക്കുന്നതിന് ദൈവം ഉത്തരവാദിയായിരിക്കും. ഇവിടെയുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയാം, നിന്റെ വിഭാഗം ദൈവത്താൽ യോജിപ്പിക്കപ്പെടണം. ഒന്ന് കൈയടിച്ച ശക്തിയോട് ദൈവത്തെ സ്തുതിച്ച്. കുടുംബ തകർച്ചയുടെ കാലമായിരുന്നു അത്. ഇനി 3-ാം വാക്യം വായിച്ചാട്ട്. 3-ാം വാക്യം നോഹയുടെ കാലത്തിന്റെ അടുത്ത പ്രത്യേകത കാണാം. 3-ാമത്തെ വാക്യം, 6-ന്റെ 3-ാം വാക്യം വായിച്ചാട്ട്. 3-ാം വാക്യം. യെസ്. അപ്പോൾ യഹോവ മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കയില്ല, അവൻ ജഡം തന്നെയല്ലയോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുൾ ചെയ്തു. നോഹയുടെ കാലത്തിന്റെ അടുത്ത പ്രത്യേകത നീ ശ്രദ്ധിക്കൂ, ആയുസ് കുറഞ്ഞ കാലം. ഒന്ന് പറഞ്ഞാട്ട്. ഇനി കേൾക്കുന്നില്ല, എല്ലാം ഒന്നിച്ച് പറ. ആയുസ് കുറഞ്ഞ കാലം. നിങ്ങൾക്കറിയാമോ, ബൈബിൾ പഠിക്കണം. അതുവരെയുള്ള മനുഷ്യൻ്റെ ആയുസ് 920 സംവത്സരം, 830 സംവത്സരം, 540 സംവത്സരം, 330 സംവത്സരം, 300 സംവത്സരം. ഇങ്ങനെ വന്നിട്ട് നോഹയുടെ കാലമായപ്പം ദൈവം തമ്പുരാൻ പറഞ്ഞു, ഞാൻ മനുഷ്യൻ്റെ ആയുസ് കുറയ്ക്കുക. എത്ര ആക്കി? 120. ദൈവപുരുഷനായ മോശ തൻ്റെ സഹോദരൻ്റെ നിര്യാണവേള ഇങ്ങനെ പാടി. ഒന്ന് പാടിക്കുക, ഒന്ന് ഞങ്ങളുടെ ആയുഷ്കാലം പറഞ്ഞാട്ടെന്നേ 70, ഏറെയായാൽ 80. ഇപ്പോൾ നോയയുടെ കാലത്ത് എത്ര ആയിരുന്നു? 120. മോശയുടെ കാലത്ത് എത്ര ആയി? 80, 70. നമ്മുടെ കാലത്ത് എത്ര ആയുസെന്നറിയാമോ? അറിയാവോ? പറയാവോ നമ്മുടെ കാലത്ത് എത്ര ആയുസെന്ന്? നമ്മുടെ കാലത്ത് 24-കാരന് ഡയബറ്റീസ്, 31-കാരന് ഹാർട്ട് അറ്റാക്ക്, മിക്കവാറും എല്ലാം കുറച്ചും വലിച്ചു നടക്കുന്നത്. എന്താ കാര്യം എന്നറിയാമോ? വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, എൻവയർമെൻറ്റ് പൊല്യൂഷൻ, കുടിക്കുന്ന ജലം അശുദ്ധം, ശ്വസിക്കുന്ന വായു അശുദ്ധം, ഭക്ഷിക്കുന്ന ആഹാരം അശുദ്ധം. ഇവിടെ മായമില്ലാത്തതൊന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം മാത്രമേ ഉള്ളൂ. എല്ലാം കുറച്ചും വലിച്ചോ നടക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവർ എനിക്ക് ഒരസുഖവും ഇല്ലെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. എഴുന്നേറ്റ് നിൽക്കുന്നതിന് മുമ്പ് ചെക്കപ്പ് നടത്തണം. ചെക്കപ്പായാൽ പിന്നെ നിങ്ങൾ അഡ്മിറ്റാണ്. എന്തോ ഒരു മാരകമായ അസുഖങ്ങളാണ്. നിങ്ങൾക്കറിയാമോ, ലോകമുണ്ടായത് മുതൽ ഇതുവരെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നമ്മുടെ കാലഘട്ടത്തിലാണ്. അതിവിദഗ്ധരായ ഡോക്ടേഴ്സ് നമ്മുടെ കാലത്താണ്. അത്യാധുനികമായ കമ്പ്യൂട്ടർ നിയന്ത്രിത ഉപകരണങ്ങൾ നമ്മുടെ കാലത്താണ്. ഡോക്ടേഴ്സ് നമ്മുടെ കാലത്താണ്. പക്ഷേ അതിൻ്റെ എല്ലാ ഇടയിൽ നിന്ന് മരണം മനുഷ്യനെ തട്ടിക്കൊണ്ടു പോകുന്നു. ഇപ്പം നമ്മൾ വായിക്കുന്ന എന്താ? കുഴഞ്ഞു വീണ് മരിക്കുക. ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിക്കുന്നു.
ടിക്കറ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടക്ടർ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അധ്യാപകൻ കുഴഞ്ഞു വീണു. 11 വയസ്സുള്ള കൊച്ചൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നപ്പം കുഴഞ്ഞു വീണെന്ന്. ഞാൻ പറയാറുണ്ട്, മോളെ, ഒരു ദിവസമെങ്കിലും ബലത്തോടിരിക്കുന്നെങ്കിൽ നിന്റെ എൻ്റെ മിടുക്കല്ല, തമ്പുരാൻ്റെ കരുണയാണെന്ന് മറക്കരുത്. മരുന്ന് കണ്ടാത്ത അസുഖങ്ങൾ. ഞാൻ വലിയൊരു കൺവെൻഷൻ പ്രസംഗിക്കുകയാണ്. ഒരമ്മ മോനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. മോനാന്ന് പറയില്ല, ആങ്ങളെയും പെങ്ങളെയും പൊള്ളിക്കും. സിനിമാ സ്റ്റോറിനെ പൊള്ളിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ചോദിച്ചു, എന്താ അമ്മേ, ഇവൻ ആരാ? എൻ്റെ മോനാ. എന്താ അസുഖം? ഞാൻ ആദ്യമായി കേൾക്കുക പാസ്റ്ററേ, ഇവൻ എൻ്റെ ഏകയാതനാണ്, ഒറ്റ മോനേ ഉള്ളൂ, BCom ഫൈനൽ ഇയറിൽ തലകറങ്ങി വീണു. പരിശോധിച്ചപ്പോൾ അറിഞ്ഞ് തലച്ചോറിൽ ക്ഷയമെന്ന്. ഞാൻ ആദ്യം കേൾക്കുക, തലച്ചോറിൽ ക്ഷയം. വേറെ ചെറുപ്പക്കാരനോടത് പ്രസംഗിച്ചപ്പോൾ വന്നു, ഊർജ്ജസ്വലനാണ്, എംടെക്കുകാരനാ, പക്ഷെ മജ്ഞ ക്ഷയിക്കുന്നു. കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ രോഗങ്ങൾ? വേറെ ചെറുപ്പക്കാരൻ വന്ന് പ്രാർത്ഥിക്കാൻ. അവൻ്റെ അസുഖം കേൾക്കണോ? അകാലത്തിൽ വൃദ്ധനാകുക. 20 വയസ്സ്, 26 വയസ്സ്, 27 വയസ്സേ ഉള്ളൂ, പക്ഷെ ജരാനരകൾ ബാധിക്കുക. എന്തെല്ലാം അസുഖങ്ങളാ! നീ അഹങ്കരിക്കരുത് കേട്ടോ. ഒരു ദിവസമെങ്കിലും ബലത്തോടിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരുണയാണ്. ഒരു ദിവസം മുമ്പേ സുവിശേഷം അനുസരിപ്പാൻ കഴിഞ്ഞ കൃപയാ. ഞാൻ പറഞ്ഞില്ല, എന്തെല്ലാം അത്യാധുനികമായ മനുഷ്യൻ്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ, സൗന്ദര്യം കൂട്ടാൻ, ശക്തി പകരാൻ എന്തെല്ലാം സാധനങ്ങളെ ഇപ്പം കണ്ടുപിടിക്കുന്നത്. ചിലർ പറഞ്ഞ ആയുസ് കൂടിയേ. 4 ആയുസാണ് കൂടിയേ. ഞാൻ ഈയിടെ വെല്ലൂരിലെ 2 ഡോക്ടർമാരെ യാദൃശ്യമായി കണ്ടു. ഞാൻ ചോദിച്ചാൽ, ഡോക്ടറെ, ആരുടെ ആയുസാണ് കൂടിയേ? ഈ ആയുസ് കൂടിയെന്ന് പറഞ്ഞാൽ പഴയ ആളുകളുടെ ആയുസാണ് കൂടിയേ, വയസ്സന്മാരുടെ. കാരണമുണ്ട്, അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. ഈ നമ്മുടെ അപ്പച്ചന്മാരുടെ ഒരുമാതിരി പ്രായത്തിൽ ഈ നരച്ച തലകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അവരുടെ കാലത്ത് പവർ മാൾട്ട് ഇല്ല. ഇപ്പം ആരോഗ്യം വെക്കാൻ പവർ മാൾട്ട്, ബൂസ്റ്റ്, ഹോർലിക്സ്, കോംപ്ലാന്, ഇങ്ങനെ എന്തെല്ലാമാ. ഇത് കൂടാതെ അച്ചായന്മാർ രാവിലെ നിക്കറ് വിട്ടുകൊണ്ട് തുടങ്ങി ഓടുക. എന്തൊക്കെ പരിപാടിയാണ്. ഞാനൊക്കെ ഇടയ്ക്ക് പറയും, ഈ പൈതച്ചക്ക, ഇവനെന്താ പറഞ്ഞത്, പൈനാപ്പിൾ എന്നാണോ മോനെ ഇവിടെ പറയുന്നത്? ഈ പൈനാപ്പിളിൻ്റെ അകത്തെ നല്ലയോ കഴിക്കുന്നത്, അല്ലേ പാസ്റ്ററെ? ആണ് കഴിക്കുന്നത്, പുറത്തേ എടുത്ത് കളയുക. ഇപ്പോൾ ഏതായാലും ഒരാൾ പറഞ്ഞെന്നിരിക്കട്ടെ, പൈനാപ്പിളിൻ്റെ പുറം മുഴുവൻ അടിക്കണം, അകത്തെ കളയെന്ന് പറഞ്ഞാൽ ഈ മുള്ളു മുഴുവൻ വിഴുങ്ങും ഐസ് കിട്ടാൻ. എന്തുകൊണ്ടായാലും ചെയ്യും. അപ്പം പഴയ കാലത്ത് ഇല്ലാത്ത പല കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? ഹോർലിക്സ്, ബൂസ്റ്റ്, കോംപ്ലാൻ, പിന്നെ എന്തൊക്കെയാ നമ്മുടെ പൈസ അടിച്ച് മാറ്റാൻ എന്തെല്ലാം പരിപാടിയാണ്. പക്ഷേ നമ്മുടെ അപ്പച്ചന്മാർ ഈ പഴയ പ്രായമുള്ളവരിപ്പുണ്ടെങ്കിൽ അവർക്ക് കോംപ്ലാനും ഇല്ല, ബൂസ്റ്റും ഇല്ല, ഹോർലിക്സും ഇല്ല, ആകെ ചെണ്ടമുറിയൻ കപ്പ. ഈ ചെണ്ടമുറിയൻ കപ്പ കഴിച്ച് വളർന്നു വന്ന അച്ചായൻ്റെ അപ്പച്ചൻ്റെ ആരോഗ്യം എന്തേ? ബൂസ്റ്റ് കഴിക്കുന്ന പിള്ളേർക്കുണ്ടോയെന്ന് നോക്കിയേ, എല്ലാവരും നോക്കിയേ, പൂന്നൂതിയാ താഴെ വീഴുന്ന വരുവാ അല്ലേ? കാരണം ഈ പറഞ്ഞതാ, എല്ലാം വ്യാജമാ. കുടിക്കുന്ന വെള്ളം മുതലെല്ലാം അശുദ്ധമാണ്. ഇനി അതിനേക്കാൾ പ്രശ്നം, ഈ അന്ത്യകാലത്ത് സമയമില്ല, അതുകൊണ്ട് ഓടിച്ചു വിടുക. ദ്രവ്യാർത്ഥി വർദ്ധിക്കും മനുഷ്യന്. അപ്പം എങ്ങനെ പണം ഉണ്ടാക്കണമെന്നുള്ള ചിന്ത വരും. അങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ? ഭക്ഷണ സാധനങ്ങളിൽ മായം കലർത്താൻ തുടങ്ങി. ഭക്ഷണ സാധനങ്ങൾ, ഉദാഹരണത്തിന് ഈ അരിക്കകത്തും മണ്ണ് വാരിയിടും, എന്താ ചരല് വാരിയിടും അല്ലേ? മുളവിനകത്ത് ഇഷ്ടിക പൊടിച്ചിടും, കരളിന് പഴുപ്പ് പിടിക്കുന്ന ഇഷ്ടിക. ഈയിടെ ഞാൻ വായിച്ചു, ചായപ്പൊടിക്കകത്ത്, തേയിലക്കകത്ത് കുതിരച്ചാണകം പൊടിച്ചിടുമെന്ന്. ഇടയായിട്ട് ചായയൊക്കെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുതിരച്ചാണകമായി അടിക്കുന്നു. അതിനേക്കാൾ വലിയ കാര്യം കേൾക്കണോ? ഈ മരുന്നുകൾക്ക്, മരുന്നുകൾക്ക് വ്യാജം. ഇപ്പം കഴിഞ്ഞ ദിവസം വന്നു വ്യാജം. ഒരു നല്ല കമ്പനി ഒരു നല്ല മരുന്ന് ഇറക്കുമ്പോൾ 10 എണ്ണം വ്യാജം ഇറക്കും. എന്താ നിൻ്റെ തലകറക്കം? ഇവിടെ ഡോക്ടേഴ്സിനോട് ചോദിച്ചു നോക്കെ, തലകറക്കം മാറാത്ത എന്താ? നടുവേദന മാറാത്ത എന്താ? നിനക്ക് മരുന്നെഴുതിയ ഡോക്ടറുടെ കുഴപ്പം കൊണ്ടല്ല, നീ സിദ്ധൌഷധമായി വാരി അടിക്കുന്ന ഗുളിക പോലും വ്യാജമാ. ഒരു കാര്യം ഞാൻ പറയാം, ഇനിയുള്ള കാലത്ത് ഇതുകൊണ്ടൊന്നും സൗഖ്യം പ്രതീക്ഷിക്കണ്ട. യേശു നൽകുന്ന സൗഖ്യം പൂർണ്ണമാണ്. ഇന്ന് കൈയടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ആയുസ് കുറഞ്ഞ കാലമാകട്ടോ കുഞ്ഞേ. ഒരു ദിവസമെങ്കിലും നീയും ഞാനും ബലത്തോടിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരുണയാ. കരങ്ങളടിച്ച ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാം. പല സുവിശേഷയോടും ഞാൻ പറയും, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നിന്റെ ഭാര്യയെ കാണുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറയണം, നിന്റെ ഭർത്താവിനെ കാണുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറയണം, നിന്റെ കുഞ്ഞിനെ കാണുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറയണം. ഒരു ദിവസമെങ്കിലും ബലത്തോടിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരുണയാണ്, മറക്കരുത്. ആയുസ് കുറഞ്ഞ കാലം.
ഇനിയും 5-ാം വാക്യം വായിച്ചാട്ട് 3 വാക്യം 5-ാം വാക്യം വായിച്ചു, പെട്ടെന്ന് വായിച്ചു. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും ദൈവം കണ്ടു. മനുഷ്യന്റെ ദുഷ്ടത പെരുത്ത കാലം, ഹൃദയ നിരൂപണങ്ങൾ പോലും ദോഷമുള്ള കാലം. മനുഷ്യന്റെ ഹൃദയ നിരൂപണം ദോഷമുള്ളത്. എന്തൊക്കെ ഇവിടെ കാണുന്നത്? വെട്ടിനുറുക്കുന്നതും കൊത്തിമുറുക്കുന്നതും ഒക്കെ പോയി കൊല്ലാൻ തന്നെ പല പല പുതിയ ഫാഷൻസാണ്. മനുഷ്യനെ ഒന്ന് തല്ലിയാൽ, ഒരു രക്തം പൊടിഞ്ഞാൽ തലകുറങ്ങി വീഴുന്നവർ അവിടെ ഇരിക്കുന്നവർ. പക്ഷെ വെട്ടിനുറുക്കുന്നു, കൊത്തിനുറുക്കുന്നു, പല പാക്കറ്റിലാക്കുന്നു, ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുന്നു. ഇവിടെയൊക്കെ കാണുന്നില്ലേ എന്തെല്ലാം നടക്കുന്നേ? പെൺപിള്ളേരെന്നാ ചെയ്യുന്നേ? എന്തോ ഒരു ക്രൂരതയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നു പറഞ്ഞ് അതിനെ ചേസ് ചെയ്ത് പിടിച്ചിട്ട് ആ കൊച്ചനെ തള്ളിയിട്ടിട്ട് അവൻ്റെ മണ്ടയ്ക്കൂടെ 40 തവണ കാറ് കയറ്റി ഇറക്കി അരച്ച് കളഞ്ഞു. അങ്ങനെ ദുഷ്ടന്മാരുടെ കാലമാണ്. അങ്ങനെ എന്തോ ഒരു കാര്യമൊന്നും അല്ല. എല്ലാ ദിവസവും എന്തെല്ലാമാണ് നടക്കുന്നത്. ഞാൻ പിള്ളേരോട് പറയും, ഈ കാലം ഭീകരമാണ്, സൂക്ഷിച്ചോണം. കാറിലൊക്കെ പോകുമ്പം സൂക്ഷിച്ചോണം, ഒന്നും മിണ്ടരുത്. നമ്മുടെ മണ്ടയ്ക്കോട്ട് വന്നിട്ട് കത്തിയെടുക്കും, കുത്തും. എല്ലാവരും ആ കത്തിയും വടിവാളും കൊണ്ട് നടക്കുക. നിരപരാധികൾ പോലും ആകാം. മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങൾ പോലും ദോഷമുള്ള കാലം. മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങൾ പോലും ഒന്നിനെയും വിശ്വസിക്കാവുകയില്ല. ദുഷ്ടത പെരുത്ത കാലമാണ്. അതിന് ഏറ്റവും തെളിവ് പറയാം. ഞാൻ 25 വർഷം മുമ്പ് എഴുതിയപ്പോൾ ഇത്രയൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ? നമ്മുടെ ടി വി സ്ക്രീനിൽ മിന്നി മറയുന്ന പരസ്യങ്ങൾ നോക്കുക. നിങ്ങളുടെ വീട്ടിൽ ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റിയത് വല്ലതും ആണോ മിന്നി മറയുന്നേ? അതൊക്കെ അങ്ങ് പോയി കഴിഞ്ഞു. ഇപ്പോൾ ഈ പിള്ളേരോട് ചോദിച്ചാൽ അറിയാം, ഈ സോഷ്യൽ മീഡിയ ഒന്നും തുറക്കാനൊക്കെ ഇല്ല. സുന്ദരന്മാർ, മുട്ടുസൂചി മുതൽ കമ്പ്യൂട്ടർ വരെയുള്ള വിൽക്കാൻ സുന്ദരന്മാർ അമ്മയുടെ ഉദരത്തിൽ നുരുവായ പടുതിയും അല്പവസ്ത്രവും ധരിച്ചുകൊണ്ടും മൂവി ക്യാമ്പിൽ നിൽക്കുകയാണ്. ഈ ഗദരദേശത്തെ ഭൂതരസ്ഥന് സൗഖ്യം വന്നപ്പോൾ ആദ്യ ആൾ അന്വേഷിച്ച എന്നാ വസ്ത്രം. അപ്പം വസ്ത്രധാരണത്തിൽ കാണിക്കുന്ന അലംഭാവം ഒരുതരം ലഗ്യോൻ ബാധയാണ്. ഇവിടുത്തെ സിനിമ സ്റ്റാറുകൾക്ക്, കാബറേ നർത്തകർക്ക്, പരസ്യക്കാർക്കൊക്കെ ലഗ്യോൻ കയറിയിരിക്കുക. പാഷൻ്റെ പേരിൽ നീ ഇതൊന്നും ഒപ്പിയെടുക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല യോഗ്യമായ വസ്ത്രം ധരിച്ച് ഇവിടെ വന്നേക്കുന്നത്. ഇങ്ങനെ ആയിരിക്കണം. ഞാനീ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാകും. തുറക്കാനൊക്കത്തില്ല. ഇത് നമ്മളാരും കാണുന്നില്ല. എന്ത് വൃത്തിഹീനതയാണെന്നറിയാമോ? അമ്മയുടെ ഉദരത്തിൽ നുരുമായ പടുതി അങ്ങ് നിൽക്കുക. കാശുണ്ടാക്കാൻ തുണിയെല്ലാം ഉരിഞ്ഞു മാറ്റുക. ഈ ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങളുടെ കാര്യം ഭയങ്കര പിശാച്. ആരാരെന്നുള്ള തെളിയാൻ പോകുകയാ. നിന്റെ തലമുറയും അന്ധകാര വ്യാപാരങ്ങൾ വിഴുങ്ങരുത്. ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങൾ ദോഷം. അതൊരു വാക്യം വായിച്ച് കേൾപ്പിക്കും. മോളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. ശക്തിയോടൊന്ന് വായിച്ചേ. യെശയ്യാപ്രവചനം 3-ാം അധ്യായം 9-ാം വാക്യം. ഇതാണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത. യെശയ്യാപ്രവചനം 3-ാം അധ്യായം 9-ാം വാക്യം. അവർ സോദോം പോലെ അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. അവർ സോദോം പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു. അതിനെ മറയ്ക്കുന്നില്ല. കണ്ടോ? അതിനെ മറയ്ക്കുന്നില്ല. അവർക്കയ്യോ കഷ്ടം. ഈ കിരാതന്മാരായ ആളുകൾ ആഫ്രിക്കയിൽ ഒക്കെ കിടന്നിട്ടുണ്ട്. അപരിഷ്കൃതരായ ആളുകൾ, വസ്ത്രം ധരിക്കാതെ കിടന്നൊരാളുകൾ ഉണ്ടായിരുന്നു. ത്യാഗീവരന്മാരായ സുവിശേഷകന്മാർ, മിഷണറിമാർ അവിടെ പോയി സുവിശേഷം അറിയിച്ച് അവരെ വസ്ത്രം ധരിപ്പിക്കാൻ പഠിപ്പിച്ചു. അവരൊക്കെ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയപ്പോൾ പരിഷ്കാരത്തിൻ്റെ ഉറ്റിച്ച കൂടിയിൽ നിൽക്കുന്ന പച്ച പരിഷ്കാരികൾ ഇന്ന് വസ്ത്രം ഉപേക്ഷിപ്പാൻ തുടങ്ങിയിരിക്കുന്നു. നഗ്നതാ പ്രകടനം ഫാഷനായി മാറിയിരിക്കുന്നു. ഇന്ന് ആളുകൾ വസ്ത്രം ധരിക്കുന്നത്, പ്രത്യേകിച്ച് പരിഷ്കൃതർ, നഗ്നത മറയ്ക്കാനല്ല, നഗ്നത പ്രദർശിപ്പിക്കാനാണ്. മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങൾ പോലും, എത്ര ക്ലിയറാ ബൈബിൾ, ദോഷമുള്ള കാലം. നോഹയുടെ കാലത്തിൻ്റെ അടുത്ത പ്രത്യേകത പെട്ടെന്ന് വായിക്കാം. 11-12 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 11-12 വാക്യങ്ങൾ വായിച്ചാട്ട്. 6-ന്റെ 11-12 വാക്യങ്ങൾ. 9 ഒക്കെ വായിക്കേണ്ടത്, അതിൽ സമയമില്ല. 11-ാം വാക്യം വായിച്ചു. ഭൂമി ദൈവത്തിന് മുമ്പാകെ വഷളായി. അടുത്തത്, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് ദൈവം കണ്ടു. അടുത്തത്, സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരിക്കുന്നു. അടുത്തത്, ദൈവം നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. അപ്പം ദൈവം ദുഃഖിച്ച കാലം,
പാപം പെരിയ കാലം, ദുഷ്ടത പെരിയ കാലം, അകൃത്യം പെരിയ കാലം, വഷളത്തം പെരിയ കാലം. നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി എന്തോ പാപം പെരുകാനാ? ഇനി എന്താ ദുഷ്ടത പെരുകാനാ? ഇനി എന്നാ വഷളത്തം പെരുകാനാ? സ്വന്തം പെറ്റതള്ള ഉടുതുണി മാറുമ്പോൾ മറഞ്ഞു നിന്ന് അത് പകർത്തിയെടുത്ത് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്ന 6 വഷളന്മാരുടെ കാലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പന്മാരെന്നും ചേട്ടന്മാരെന്നും ഒക്കെ പറയുന്ന മനുഷ്യമൃഗങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ രാത്രി കഴിവാറായി എന്നൊരു വിഷയം പ്രസംഗിക്കും. മനുഷ്യൻ മൃഗമായ കാര്യം ഞാൻ വിവരിക്കും. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്? കൊച്ചു കുഞ്ഞുങ്ങളെ, 13, 12, 14 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളെ പിച്ചി ചീന്തുന്നു. നമ്മളതൊക്കെ ആനിമൽ പ്ലാനറ്റിലേ കണ്ടിട്ടുള്ളൂ. കുറേ ദുഷ്ടമൃഗങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു മൃഗത്തെ, ഒരു കുഞ്ഞു മൃഗത്തെ, ഒരു മ്ലാവിനെയോ മാവിനെയോ പിച്ചി ചീന്തും. ഇത് 12 വയസ്സുള്ള കുഞ്ഞിനെ, 18 വയസ്സുള്ള കുഞ്ഞിനെ ഒരു വട്ടം മനുഷ്യാധമന്മാരൊന്നിച്ച് പിച്ചി ചിന്തുകല്ലേ? അതങ്ങ് സഹിക്കാം. അതിനപ്പുറം, അത് സഹിക്കാൻ പാടില്ലാത്ത അതിനപ്പുറം എന്തുവാ? 4 വയസ്സുള്ള കുഞ്ഞുങ്ങളെ, 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ, ഇല്ലേ, 2.5 വയസ്സുള്ള കുഞ്ഞിനോട് എന്തൊക്കെയാ മനുഷ്യമൃഗങ്ങൾ കാണിക്കുന്നത്? പ്രവാചകൻ പറഞ്ഞു, കാളയേക്കാൾ കഴുതയേക്കാൾ മനുഷ്യൻ അധമനായി കഴിഞ്ഞു. പാപം ഇവിടെ പെരുകിക്കഴിഞ്ഞു. ദുഷ്ടത ഇവിടെ വർദ്ധിച്ചു കഴിഞ്ഞു. ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങി വരാറായി. ഒരു കൂട്ടം ഭക്തന്മാർ ഇവിടുന്ന് പാട്ടുപാടി കടന്നു പോകാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളെല്ലാവരും ആ കൈകളെ നടിച്ച് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ദുഷ്ടത പെരുകി. ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ സംഭവിക്കേണ്ടതാ. ഇത് ഓരോന്ന് വിരിക്കാൻ നേരമില്ല. എന്തെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ? മനുഷ്യന് ഭാവന ചെയ്യാൻ കഴിയാത്തത്, മനുഷ്യൻ ചെയ്യുമോ എന്ന് ചിന്തിക്കുന്നത്, മൃഗങ്ങൾ പോലെ ലജ്ജിക്കുന്നത്, നാണം കെടുത്തുന്ന അതിഭീകരമായ സംഭവങ്ങൾ നടക്കുന്നു. പാപം പെരിയ കാലം, ദുഷ്ടത പെരിയ കാലം, വഷളത്തം പെരിയ കാലം. പക്ഷേ അവിടെ നോഹയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പദമുണ്ട്, ഈ തലമുറയിൽ ഞാൻ നിന്നെ നിഷ്കളങ്കനായി കണ്ടെന്ന്. അവൻ നിഷ്കളങ്കനായിരുന്നു. പാപം പെരുകിയ, ദുഷ്ടത പെരുകിയ, അവൻ ദൈവത്തോടുകൂടെ നടന്നു. മനസ്സിലായോ ദൈവമക്കളെ? പാപം പെരുകിയ, ദുഷ്ടത പെരുകിയ, വഷളത്തം പെരുകിയ കാലത്ത് നീയും നിന്റെ തലമുറയും ദൈവത്തോടൊപ്പം നടക്കണം. സ്തോത്രം. ആ ലോകത്തിൻ്റെ ആ കാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, പ്രധാന വിഷയം അതാ പറഞ്ഞിട്ട് ഞാൻ കൺക്ലൂഷനിലേക്ക് വരാം. 6:8 വായിച്ചാട്ട്, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം വായിച്ചാട്ട്. ഉൽപ്പത്തി 6:8 വായിച്ച മോളെ. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കൈ ഒന്ന് ഉയർത്തി പറഞ്ഞാട്ടെ. യഹോവയുടെ കൈ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ. എത്ര കൈ പൊങ്ങുന്നില്ലാത്ത യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ പാപം പെരുകിയ, ദുഷ്ടത പെരുകിയ, വഷളത്തം പെരുകിയ, അകൃത്യം പെരുകിയ, ദൈവം ദുഃഖിച്ച അക്കാലഘട്ടത്തിൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പാപം പെരിയ കാലത്ത്, ദുഷ്ടത പെരിയ കാലത്ത്, വഷളത്തം പെരിയ കാലത്ത് കൃപ വേണ്ടവനെ ദൈവം കൃപയാൽ നിറയ്ക്കുന്നു. ഓ ശമ റഗിനിയ. അഭിഷേകം വേണ്ടവനെ അഭിഷേകത്താൽ നിറയ്ക്കുന്നു. നീ കർത്താവിനായി വാ തുറക്കാൻ തയ്യാറാണോ? നിന്റെ വയലവൻ വചനം തരും. നീ കൈനീട്ടാൻ തയ്യാറായോ? സൗഖ്യം വ്യാപരിക്കും. നീ ശാസിക്കാൻ തയ്യാറാണോ? ദുഷ്ടാത്മ വ്യാപാരങ്ങൾ വിട്ടുമാറും. കരമടിച്ചുകൊണ്ട് പറ, എനിക്ക് കൃപ വേണമെന്ന് പറ, എനിക്ക് കൃപ വേണമെന്ന് പറ, എനിക്ക് അഭിഷേകം വേണമെന്ന് പറ, എനിക്ക് ശക്തി വേണമെന്ന് പറ. കൃപ വേണ്ടവന് കൃപ, അഭിഷേകം വേണ്ടവന് അഭിഷേകം, ശക്തി വേണ്ടവന് ശക്തി. ഈ കാലം ആ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, ഡോളറില്ലാതെ ഇവിടെ നിൽക്കാം, പണമില്ലാതെ ഇവിടെ നിൽക്കാം. എന്നാൽ നിനക്ക് നിൻ്റെ തലമുറയ്ക്കും ഒരു സെക്കൻഡ് ഇവിടെ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയില്ലാതെ നിൽപ്പാൻ കഴിയില്ല. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നമ്മുടെ കാലത്തിൻ്റെ പ്രത്യേകത, കൃപ വേണ്ടവനെ കൃപയാൽ നിറയ്ക്കുന്നു. നമുക്ക് സന്തോഷിപ്പോകാത്തൊരു വഴിയുണ്ട്. ഒരു വശത്ത് കൊലപാതകം വർദ്ധിക്കുന്നു, ആത്മഹത്യ വർദ്ധിക്കുന്നു, നിഷ്ഠൂരത വർദ്ധിക്കുന്നു, ക്രൂരത വർദ്ധിക്കുന്നു, വഷളത്തം വർദ്ധിക്കുന്നു. മറുവശത്ത് നിങ്ങൾക്കറിയാമോ, ഏറ്റവും അധികം ആളുകൾ മാനസാന്തരപ്പെടുന്നത് നമ്മുടെ കാലത്താണ്. ഏറ്റവും അധികം ആളുകൾ സ്നാനപ്പെടുന്നത് നമ്മുടെ കാലത്താണ്. ഏറ്റവും അധികം ആളുകൾ അഭിഷേകം പ്രാപിക്കുന്നത് നമ്മുടെ കാലത്താണ്. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞേ. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എന്തിനാ കൃപ ലഭിച്ചേ? കീഴിക്കിടന്ന് ഉറങ്ങാനല്ല. നോഹയ്ക്ക് കൃപ ലഭിച്ചത് കൊണ്ട് ജോലി കൂടി. കൃപ ലഭിച്ചവന് ജോലി കൂടും. ഞങ്ങളുടെയൊക്കെ കൃപ ലഭിച്ചുകൊണ്ട് ഇരിക്കാൻ നേരമില്ല. ഓട്ടം തന്നെ, എന്തോ ഒരു യാത്രയാ. കൃപ ലഭിച്ചാൽ ജോലി കൂടും. നോഹയുടെ ജോലി കൂടി. എന്തൊക്കെയാ നോഹയുടെ ജോലി കൂടി? 1 പ്രസംഗിക്കണം, 2 പെട്ടകം പണിയണം. പ്രസംഗിക്കണം, പെട്ടകം പണിയണം. പ്രസംഗിക്കുമ്പോൾ തന്നെ പെട്ടകം പണിയണം. ശ്രദ്ധിച്ചിരിക്കണം. എന്താണ് നോഹ പ്രസംഗിച്ചത്? പാപം പെരുകിയ,
ദുഷ്ടത പെരുകിയ, വഷളത്വം പെരുകിയ ലോകത്തെ ന്യായം വിധിക്കുവാൻ നീതിയുള്ള ന്യായാധിപതിയായവൻ ഇറങ്ങി വരാൻ പോകുന്നു. ഈ രാത്രി ഹല്ലേലൂയ. രണ്ടാമത്തെ പ്രസംഗ വിഷയം, രക്ഷപ്പെടാനൊരു മാർഗമുണ്ട്. ന്യായവിധിയുടെ വെള്ളം ഇറങ്ങും മുമ്പ് രക്ഷപ്പെടാനും മാർഗമുണ്ട്. ഇതാ പെട്ടകം റെഡിയായി നിൽക്കുന്നു. ഞങ്ങൾക്ക് ലോകത്തോട് പറയാൻ 2 പ്രസംഗ വിഷയമുണ്ട്. അരവിക്കരോടും പറയുന്നു, നാളെ യോഗം നടന്നില്ലേലും അടുത്ത കൺവെൻഷൻ നടന്നില്ലേലും നിങ്ങളിത് കേൾക്കാതെ പോകരുത്. ഞങ്ങൾക്ക് പറയാൻ 2 ദൂതുണ്ട്. ഒന്ന്, പാപം പെരുകിയ, എല്ലാവരും ദൈവത്തെ സൂചിച്ചുകൊണ്ടിരുന്നേ, ദുഷ്ടത പെരുകിയ, വഷളത്വം പെരുകിയ ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ നീതിയുള്ള ന്യായാധിപതിയായ നാസറിയനായ യേശു ഇറങ്ങി വരാൻ പോകുന്നു. ഈ ലോകം എന്നും ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു ചിന്തിക്കരുത്. ഇതിനൊരു അന്തമുണ്ട്, ഇതിനൊരു ന്യായവിധിയുണ്ട്, ഇതിനൊരു അവസാനമുണ്ട്. കാരണം മനുഷ്യൻ ചോദിക്കുക, ദൈവമുണ്ട്, എന്താ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈ ദുഷ്ടത, ഈ വഷളത്വം, മനുഷ്യനെ ഇറച്ചിക്കടയിൽ മാംസം കൊത്തി നുറുക്കുന്നു, വിഷപ്പാമ്പിനെ ചുട്ടുകൊല്ലുന്നു, സ്വന്തം കുഞ്ഞുങ്ങളെ പെറ്റതള്ളമാർ വലിച്ച് കിണറ്റിൽ വലിച്ചെറിയുന്നു, കൊത്തി നുറുക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ദൈവം എന്താ മിണ്ടാതിരിക്കുന്നേ? അതിന് മറുപടി ബൈബിൾ പറയുന്നു, ചൂള പോലെ കത്തുന്നൊരു ദിവസം വരുന്നു, അന്ന് സകല ദുഷ്പ്രവർത്തിക്കാരും അഹങ്കാരികളും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ നശിപ്പിച്ച് കളയുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഇത് ന്യായവിധിയുടെ സമയമല്ല, ഇത് രക്ഷയുടെ കാലമാണ്, രക്ഷിക്കപ്പെടാനുള്ള അവസരമാണ്. ഇത് സുവിശേഷം ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. സുവിശേഷം സ്വാതന്ത്ര്യത്തിൻ്റെതാണ്, വിടുതലിൻ്റെതാണ്. നിനക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഇപ്പോഴാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസംഗ വിഷയം, ന്യായവിധിക്കായി ദൈവം ഇറങ്ങി വരാൻ പോകുന്നു. രണ്ടാമത്തെ പ്രസംഗ വിഷയം എന്തായിരുന്നു? ഇതാ രക്ഷപ്പെടാൻ മാർഗമുണ്ട്, വെള്ളം ഇറങ്ങും, ജനം മുഴുവൻ മുങ്ങി നശിക്കും, രക്ഷപ്പെടാനും മാർഗമുണ്ട്, പെട്ടകം റെഡിയായിരിക്കുന്നു. ഞങ്ങൾക്ക് ലോകത്തോട് പറയാൻ 2 സന്ദേശം. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, പാപം പെരുകിയ, ദുഷ്ടത പെരുകിയ, വഷളം പെരുതിയ ലോകത്തെ ന്യായം വിധിക്കുവാൻ നീതിയുള്ള ന്യായാധിപതിയായ നാസറേയനായ യേശു ഇറങ്ങി വരും. രണ്ടാമത്തെ പ്രസംഗ വിഷയം, രക്ഷപ്പെടാനൊരു മാർഗമുണ്ട്. ഇതാ 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുലമരത്തിൽ കണ്ടാൽ ആളം തോന്നുമാറ് 2 കള്ളന്മാരുടെ മധ്യത്തിൽ ഒരു കള്ളനെ പോലെ കണ്ടാൽ ആളം തോന്നുമാറ് വിരുവനായി, കൈകാലികൾ കാരും പാണികളാൽ കൊട്ടിത്തുളയ്ക്കപ്പെട്ടവനായി, കന്നത്തടികളേറ്റവനായി, കയ്പ് വെള്ളം കുടിച്ചവനായി, മനുഷ്യവർഗത്തിന്റെ പാപ ശാപ രോഗദുരിതങ്ങൾ സ്വന്തം ശിരസിമേൽ വഹിച്ചുകൊണ്ട് കാൽവരി പിടഞ്ഞു മരിച്ച യേശുക്രിസ്തു എന്ന ഏക രക്ഷാപേടകം നിങ്ങളെ രക്ഷിപ്പാൻ ഇന്ന് രാത്രി ഇവിടെ റെഡിയായി നിൽക്കുന്നു. സകല ഭൂസിമാവാസികളുമായുള്ളവരെ അവങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പീൻ. ഈ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ കൈ ഉയർത്തിയാട്ടി പറ, യേശു എന്ന നാമമല്ലാതെ കൈ ഉയർത്തി പറ, മറ്റൊരു നാമമില്ല. നോഹ പ്രസംഗിച്ചു. എന്തുകൊണ്ട് നോഹ പ്രസംഗിച്ചു? 3 കാര്യങ്ങൾ. ഒന്ന്, നോഹ വിശ്വസിച്ചു, ദൈവം പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. 2, നോഹ ആഗ്രഹിച്ചു, തൻ്റെ കാലത്തെ ജനം നശിക്കരുത്, രക്ഷപ്പെടണമെന്ന്. 3, രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളായിരുന്നു. എന്ത്? പെട്ടകത്തിൽ കടക്കുക. ഇതൊക്കെ വലിയ മർമ്മങ്ങളാണ്. എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മക്കളൊക്കെ. ഒന്നുകൂടെ ആവർത്തിക്കാം. 1, നോഹ വിശ്വസിച്ചു, ദൈവം പറഞ്ഞാൽ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ അതുവരെ മഴ പെയ്തിട്ടില്ല. മഴ പെയ്യാത്തൊരു കാലത്ത് ജലപ്രളയത്താൽ ഭൂമി നശിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചെറിയാൻ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ പറഞ്ഞു, ഇയാൾക്ക് വട്ടളകിയതാണെന്ന്. നോഹ വിശ്വസിച്ചു, ദൈവം പറഞ്ഞാൽ സംഭവിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു. കാഹളം ധ്വനിക്കുമെന്നും മരിച്ച വിശുദ്ധർ ഉയർക്കുമെന്നും ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കുമെന്നും ഒക്കെ ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഭ്രാന്താന്ന്. നിങ്ങൾ വിശ്വസിച്ചാലുമില്ലെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്തോത്രം. നോഹ വിശ്വസിച്ചു. 2, നോഹ ആഗ്രഹിച്ചു, ജനം പിടിപ്പിക്കപ്പെടണം. 3, രക്ഷപ്പെടാൻ ഒറ്റ മാർഗമുള്ളായിരുന്നു. അതിലേക്ക് ഞാൻ വരാം. ഈ നോഹ പ്രസംഗിച്ചു, പക്ഷെ ആരും വിശ്വസിച്ചില്ല. മഴ പെയ്യാത്ത കാലത്ത് എങ്ങനെ മഴ പെയ്യും? പക്ഷേ ഇതിൻ്റെ ജലപ്രളയമൊക്കെ സത്യമാണെന്ന് ഇപ്പം നമ്മുടെ കൺമുമ്പിൽ കേരളക്കാർക്കെങ്കിലും ബോധ്യമായല്ലോ. ചെങ്ങന്നൂരും തിരുവനന്തപുരത്തും ഉണ്ടായിട്ടുണ്ട് ഒക്കെ ഒറ്റയാൾ. പക്ഷെ അതെങ്ങനെ ബൈബിള് പറയുന്നേ? എത്ര മൂലകമുണ്ടെന്നറിയാമോ? എത്ര വാദമുണ്ടെന്നറിയാമോ? സ്കൂളിൽ പോയൊരു പറ.
ഞാനൊക്കെ പഠിക്കുമ്പോൾ 92 എന്നാണ് പറഞ്ഞു. ഇപ്പോൾ അത് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. കാർബണുണ്ട്, സിലിക്കനുണ്ട്, ഹൈഡ്രജനുണ്ട്, നൈട്രജനുണ്ട്, ഹീലിയമുണ്ട്. ശ്വസിക്കാൻ എന്താ മക്കളെ ഉള്ളത്? സ്കൂളിൽ പോയ പിള്ളേർ പറ, എന്താ ശ്വസിക്കുന്നേ? ഉറക്കെ പറ. ഓക്സിജൻ. ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങൾ ഓക്സിജൻ ശ്വസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികൾ കാർബൺ ഡൈ ഓക്സൈഡെ ശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കാറ്റുപോക്കാ. ഹിന്ദുവിനും മുസ്ലിമിനും ജൈനനും ഇസ്ലാം മതക്കാരനും ഈ ഭൂമിയിലെ സകല ജാതികൾക്കും ശ്വസിക്കുവാൻ ഓക്സിജൻ എന്ന ഒറ്റമൂലി ദൈവം തന്നിരിക്കുന്നു.